അസുരപ്രണയം. രചന സംഭാഷണം മൈഥിലി മിത്ര. ഭാഗം 5. ഓരോന്നൊക്കെ കോളേജ് വിട്ട് വീട്ടിൽ വരുന്ന സമയം കണ്ടോ. ഇതുപോലുള്ളതിനെ ഒന്നും പഠിക്കാൻ വിടരുത്, പിടിച്ചു കെട്ടിച്ചു വിട്ടേക്കണം. അല്ല പിന്നെ. തങ്കമണി കത്തിക്കയറുകയാണ്. ആമിയോടുള്ള ദേഷ്യം മുഴുവനും അവരിൽ നിന്നും വഴക്കായി പുറത്തേക്ക് വന്നു. നിതിനും ജീവനും അവരെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ടെങ്കിലും ചാരുവിൻ്റെ ദയനീയ മുഖം കണ്ടിട്ട് മൗനമായി നിന്നുപോയി. ആമിയാണെങ്കിൽ വന്നപ്പോൾ തൊട്ടുള്ള കരച്ചിലാണ്. ദേവുവും ചാരുവും അവളുടെ അടുത്ത് തന്നെ ഇരുന്ന് സമാധാനിപ്പിക്കുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തങ്കമണിയുടെ വഴക്ക് പറച്ചിലിൽ കരച്ചിലിൻ്റെ ശക്തി കൂടുകയല്ലാതെ കുറയുന്നുണ്ടായിരുന്നില്ല. പഠിക്കാൻ പോയാൽ പഠിക്കണം, അല്ലാതെ നാട് മുഴുവൻ തെണ്ടിത്തിരിഞ്ഞ് ഇതുപോലെ പെൺപിള്ളേർ ആരെങ്കിലും പാതിരാത്രി വീട്ടിൽ കയറി വരുമോ? കലികാലം. ഒന്നെങ്കിൽ വീട്ടുകാരെ പേടിക്കണം, അല്ലെങ്കിൽ നാട്ടുകാരെ. ഇതെങ്ങനെയാ? ഇവിടെ രണ്ടു പേരും ഇവളെ കയറൂരി വിട്ടേരിക്കുകയല്ലേ. രോക്ഷത്താൽ അവരൊന്ന് അണച്ചു. കിട്ടിയ ചാൻസ് നന്നായിട്ട് വിനിയോഗിക്കുവാൻ തങ്കമണിക്ക് കഴിഞ്ഞെന്ന് സാരം. കൊഞ്ചിച്ചു പൂത്താനിച്ച് തലയിൽ കയറ്റി വെച്ചാൽ ഇങ്ങനിരിക്കും. എരുതിയിൽ എണ്ണയൊഴിക്കുന്നത് പോലെ വേണുവിൻ്റെ പറച്ചിലും കൂടി ആയപ്പോൾ ജീവന് സഹിക്കാൻ വയ്യാതായി. അവൻ മുഷ്ടി മുറുക്കി പിടിച്ച് ചുവരിൽ ചാരി നിന്നു. നിതിനാണെങ്കിൽ തങ്കമണിക്കിട്ടൊന്ന് പൊട്ടിക്കാൻ വെമ്പി നിൽക്കുകയാണ്. അതേന്നെ വേണുവേട്ടാ, ആശുപത്രിയിൽ പോകുവാണെന്ന് ചാരുവിനോട് വിളിച്ചു പറഞ്ഞിട്ട് ഇവളേതവൻ്റെ കൂടെ നിരങ്ങാൻ പോയതാണോ എന്തോ. തങ്കമണിയുടെ സംസാരം കേട്ട് ജീവൻ്റെ കണ്ണുകളിൽ ചുവപ്പ് രാശി പടർന്നു. നിങ്ങളാരാ എൻ്റെ പെങ്ങളെ കുറ്റം പറയാൻ? അവൾ വീട്ടിൽ ചോദിക്കാതെ ഒന്നുമല്ലല്ലോ കണ്ടിടങ്ങാൻ നിരങ്ങാൻ പോയത്. അവളുടെ കാര്യത്തിൽ നിങ്ങളാരും വിഷമിക്കണ്ട. അങ്ങനെ പോയാൽ അവളെ നോക്കാൻ ഏട്ടനായിട്ട് ഞാനുണ്ട് ഇവിടെ. മകളെ കാണാൻ വന്നാൽ വന്നോണം പൊക്കോണം, അല്ലാതെ എൻ്റെ പെങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടണ്ട. വികാരത്തിൻ്റെ തള്ളലിൽ അവനിൽ നിന്നും വന്ന വാക്കുകൾ തങ്കമണിയെ ഒന്ന് പേടിപ്പിച്ചുവെങ്കിലും അവരത് പുറത്ത് കാണിക്കാതെ ഭംഗിയായി മറച്ചു. ഓ, ഞാനൊന്നും പറയുന്നില്ലേ. അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയുമെന്നാ. ദേ ഇവൻ്റെ കൂടെ കയറി വന്നു ഇന്ന്. നാളെ പെങ്ങൾ വയറ്റിലുണ്ടാക്കിയാലും ഇത് തന്നെ പറയണം. നിതിനെ കണ്ണുകൊണ്ടാങ്യം കാട്ടിയുള്ള എങ്ങും തൊടാതെയുള്ള സംസാരം അവന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. നിങ്ങളൊരമ്മയാണോ? നിങ്ങൾക്കും ഇല്ലേ 2 പെൺമക്കൾ? അതെങ്ങനെയാ? പെറ്റിട്ടെന്നല്ലേ ഉള്ളൂ. കാശിനോടുള്ള ആർത്തി നിങ്ങളുടെ പിള്ളേരുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നില്ലല്ലോ. നിതിൻ്റെ രൂക്ഷമായ നോട്ടം താങ്ങാനാവാതെ തങ്കമണി സെറ്റിയിൽ നിന്നും എഴുന്നേറ്റ് വേണുവിൻ്റെ പിറകിലേക്കായി മാറി നിന്നു. കൂടപ്പിറപ്പില്ലെന്നേ ഉള്ളൂ. ഇവളെ എൻ്റെ പെങ്ങളെ പോലെയാ ഞാൻ കാണുന്നത്. മറ്റൊരു തരത്തിൽ തോന്നിയെങ്കിൽ അത് നിങ്ങളുടെ വൃത്തികെട്ട കണ്ണിൻ്റെ കുഴപ്പമാണ്. ചാരുവേച്ചിയുടെ മുഖം കണ്ട ഇത്രയും നാൾ ഞാൻ മിണ്ടാതെ നിന്നത്. പക്ഷേ നിങ്ങളെപ്പോലെയുള്ള മൂത്ത് നിറച്ച കിളവുകൾക്കൊരസുഖമുണ്ട്, സദാചാരം. അടിച്ച് പല്ലി ഞാൻ കുഴിക്കും, പറഞ്ഞില്ലെന്ന് വേണ്ട. സെറ്റിയിലിരിക്കുന്ന ആമിയെ വലിച്ചെഴുന്നേൽപ്പിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അവനത് പറഞ്ഞിരുന്നത്. അതിലുണ്ടായിരുന്നു അവനിലെ സഹോദര സ്നേഹം. ഇവളെ കുത്തിപ്പറയുന്നതും ആട്ടുന്നതുമൊക്കെ പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. വെറുതെ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതെന്നോർത്താ പലപ്പോഴും ഞാൻ കണ്ണടയ്ക്കാറാ പതിവ്. ഇനി മേലാൽ ഇവളെ നിങ്ങൾ സങ്കടപ്പെടുത്തിയെന്ന് ഞാൻ അറിഞ്ഞാൽ. പകുതിയിൽ നിർത്തിയവൻ രോഷത്താൽ വലിഞ്ഞു മുറുകിയ അവൻ്റെ മുഖം കണ്ട് നെഞ്ചോട് ചേർന്ന് നിന്ന ആമി പോലും പേടികൊണ്ട് വിറച്ചു. തങ്കമണിയുടെ കാര്യം പിന്നെ പറയാനില്ലായിരുന്നു. മനസ്സിലായോ നിങ്ങൾക്ക്? വീണ്ടും നിതിൻ്റെ ചോദ്യം അവിടെ ആകെ മുഴങ്ങി. ഒന്ന് മൂളിക്കൊണ്ട് തങ്കമണി വേണുവിൻ്റെ പുറയിലേക്ക് പൂർണ്ണമായും മറഞ്ഞു. അവരിൽ വല്ലാത്തൊരു ഭയം തോന്നാൻ തുടങ്ങിയിരുന്നു. ആദ്യമായിട്ടാണ് നിതിൻ്റെ ഇങ്ങനെയൊരു ദേഷ്യഭാവം അവർ കാണുന്നത് തന്നെ. തനി രാക്ഷസൻ. തങ്കമണി മനസ്സിലുരുവിട്ടു. ഇവരെ പേടിച്ച് ജീവിക്കേണ്ട കാര്യം നിനക്കില്ല. അത് നിനക്ക് പിന്നീട് മനസ്സിലാവും. നിന്റെ കാലിനടിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൊടിയുടെ ഒരംശത്തിൻ്റെ വില പോലും ഇല്ല ഇവർക്കൊന്നും. അതുകൊണ്ട് ധൈര്യമായിരിക്കും നീ. കേട്ടോടി ആമിപ്പെണ്ണേ. അവളുടെ കവിളുകളിലൊന്ന് തലോടി ജീവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങി. എല്ലാവർക്കും എല്ലാം അറിയാമെങ്കിലും നിതിൻ്റെ അവസാന വാക്കിലെ ധ്വനി ജീവനൊഴിച്ച് ആർക്കും മനസ്സിലായിരുന്നില്ല. തങ്കമണിയും മറ്റുള്ളവരും നിതിൻ്റെ ആ വാക്കുകളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു അപ്പോഴും. എഡി, നീ എവിടെ പോയതാ ഈ രാത്രിയിൽ? കോവിലകത്തിൻ്റെ പൂമുഖത്തേക്ക് കാല് വെച്ചതേയുള്ളൂ. വിഷ്ണുവർദ്ധൻ്റെ ചോദ്യം അവനെ തേടിയെത്തി. അവൻ അയാളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ശേഷം അമ്മാവനെ മൊത്തത്തിലൊന്ന് നോക്കി നിന്നു. ഏകദേശം 60-നോടടുത്ത് പ്രായം, വെളുത്തു മെലിഞ്ഞ ശരീരം,
സ്ത്രീത്വം നിറഞ്ഞു നിൽക്കുന്ന മുഖം. ചന്ദനക്കുറിയുടെ മുകളിലായി കുങ്കുമത്തിൻ്റെ പൊട്ടും തൊട്ടിട്ടുണ്ട്. ഒരൊറ്റ മുണ്ടാണ് വേഷം. മാറിൽ പുതച്ചിരിക്കുന്ന വേഷ്ടിയുടെ ഇടയിൽ കൂടി പൂണൂല് കാണാൻ പറ്റുന്നുണ്ട്. നെഞ്ചിന് കുറുകയും കൈയുടെ മുകളിലായും വരച്ചിരിക്കുന്ന ഭസ്മക്കുറി. കഴുത്തിൽ സ്വർണം കെട്ടിയ രുദ്രാക്ഷമാലയുടെ അറ്റത്തായി തൂങ്ങിക്കിടക്കുന്ന ഏലസും ശിവൻ്റെ ഒരു ലോക്കറ്റും അയാളുടെ ആദ്യത്തെ എടുത്തു കാട്ടി. എന്താ കുട്ടി, ചോദിച്ചത് കേട്ടില്ലേ നീ? അമ്മവ, ഞാൻ പുറത്തൊന്ന് പോയതാ. നിതിൻ വിളിച്ചിരുന്നു അവനെ ഒന്ന് കാണാൻ. അയാളുടെ മുൻപിൽ ഇത്തിരി മര്യാദയോടെ മാത്രമേ അവൻ നിൽക്കാറുള്ളൂ. വേറെ ആരോടും ഇതൊന്നും ഉണ്ടാവാറില്ല എന്നതാണ് സത്യം. ഏത് നിതിൻ? നമ്മുടെ CI ആണോ? അതെ. എന്തെങ്കിലും വിവരം കിട്ടിയോ? ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ട്. പക്ഷേ പൂട്ടാൻ ഇതുകൊണ്ടൊന്നും ആവില്ല. കിട്ടും അവനെ, അല്ലാതെ എവിടെ പോകാൻ? പറയുമ്പോൾ ചെന്നിയിൽ തെളിഞ്ഞു വരുന്ന ഞരമ്പുകൾ അവനിലെ കോപത്തെ എടുത്തു കാട്ടി. കണ്ണിൽ അടങ്ങാത്ത പക, സർവവും ദഹിപ്പിക്കാൻ പാകത്തിലുള്ളതെന്ന് വിഷ്ണുവർദ്ധന അറിയാമായിരുന്നു. സൂക്ഷിക്കണം. മൂർഖൻ്റെ ജാതിയാണ് അവനും അവൻ്റെ അച്ഛനും. പാല് കൊടുക്കുന്ന കൈക്കിട്ട് തന്നെ കൊത്തുന്ന ജാതി. ചതിക്കും. പറയുമ്പോൾ അയാളുടെ കണ്ണുകളിൽ നൊമ്പരം കാണാനായി. സർവ്വതും നഷ്ടപ്പെട്ട ഒരാളുടെ വേദന. അറിയാം അമ്മാവ, എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇറക്കി ഈ കളിക്ക് ഇറങ്ങി തിരിച്ചത്. എൻ്റെ അപ്പനെ പോലും ഇല്ലാതാക്കിയവന് മരണശിക്ഷയെക്കാളും കുറഞ്ഞൊന്നും ഞാൻ കൊടുക്കില്ല. മുച്ചൂട് നശിപ്പിക്കും ഞാൻ. അവൻ്റെ കണ്ണുകളിൽ നിന്നും തീ പാറി. പല്ലുകൾ അമർത്തി ഞെരിച്ചവൻ. വിഷ്ണുവർദ്ധൻ നോക്കിക്കാണുകയായിരുന്നു തൻ്റെ രക്തത്തെ. തൻ്റെ ഒരേ ഒരു കുഞ്ഞിപ്പെങ്ങളുടെ മകൻ എറിക് ഡാനിയൽ മാത്യു. വർഷങ്ങൾക്ക് മുൻപ് ഒരു ക്രിസ്ത്യാനി ചെക്കനെ പ്രേമിച്ചതിൻ്റെ പേരിൽ കോവിലത്തുകാരുടെ കണ്ണിലെ കരടായി മാറിയ തൻ്റെ അരുന്ധതിയുടെ ഒരേ ഒരു മകൻ. ഒടുവിൽ അയാളെ കല്യാണം കഴിച്ചതിൻ്റെ പേരിൽ ഇരിക്കപ്പിണ്ടം വെച്ച് കോവിലകത്തെ തമ്പ്രാക്കന്മാർ. അന്ന് കണ്ണും നിറച്ച് നോക്കി നിൽക്കാനേ തനിക്കായുള്ളൂ. അമ്മവ, നല്ല ക്ഷീണം, ഞാനൊന്ന് കിടക്കട്ടെ. അവൻ്റെ സംസാരമാണ് അയാളെ ഓർമ്മകളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നത്. കഴിച്ചോ നീ? ഇല്ലെങ്കിൽ കഴിച്ചിട്ട് കിടന്നോളൂ. ഞാൻ പുറത്തു നിന്നും കഴിച്ചിട്ടാണ് വന്നത്. എങ്കിൽ പോയി കിടന്നോളൂ. നാളെ വീട്ടിലേക്ക് പോകുകയല്ലേ താൻ? അതേന്നൊന്ന് മൂളിക്കൊണ്ട് അകത്തേക്ക് പോകുന്ന ചെറുപ്പക്കാരനെ വിഷ്ണു കണ്ണ് നിറച്ച് നോക്കി നിന്നു. താതനെ രക്ഷിക്കുവാൻ പുത്രനുണ്ടാവണമെന്നാണ് ശാസ്ത്രം. പക്ഷേ തൻ്റെ കാര്യത്തിൽ അനന്തരവൻ ആണെന്നേയുള്ളൂ വ്യത്യാസം. ഓരോന്നോർത്തുകൊണ്ട് അയാൾ മുറിയിലേക്ക് ഉറങ്ങുവാനായിട്ട് പോയി. അകത്തേക്ക് കടന്ന എറിക് മുകളിലെ കോവണി കയറി ഏറ്റവും അറ്റത്തെ തൻ്റെ മുറിയിലേക്കായി കടന്നു. കോവിലത്തിൻ്റെ ശ്രേയസ് വിളിച്ചോതുന്ന തരത്തിലുള്ള ശില്പകല കൊണ്ട് സമ്പന്നമായിരുന്നു അവിടുത്തെ ഓരോ മുറികളും. മരപ്പണികൾ കൊണ്ടുള്ള മച്ചും തൂണുകളും സോപാനവും എല്ലാം കൂടി തണുത്ത ശാന്തമായ ഒരിടം. ചിത്രപ്പണികൾ നിറഞ്ഞ വാതിൽ തുറന്നവൻ അകത്തേക്ക് കയറി. ലൈറ്റ് ഇട്ടിട്ടില്ലാത്തതിനാൽ മുറിയിൽ ഇരുട്ട് പടർന്നിരുന്നു. ചുവരിന്മേൽ ഒരു ഊഹം വെച്ച് തപ്പിക്കൊണ്ട് സ്വിച്ച് ബോർഡ് കണ്ടുപിടിച്ച് ലൈറ്റ് ഇട്ടു. ശേഷം കട്ടിലിലേക്ക് നോക്കി അവൻ അവിടുത്തെ കാഴ്ച കണ്ട് അറിയാതെ ചിരിച്ചുപോയി. എൻ്റെ ചാരു, നീ ഇങ്ങനെ കരയാതെ. നിന്നെ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ആമിയുടെ സങ്കടം കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ കട്ടിലിൽ കിടന്നുകൊണ്ട് കരയുകയാണ് ചാരു. ഏങ്ങലടിക്കുന്നതിൻ്റെ ഫലമായി ഉയരുകയും താഴുകയും ചെയ്യുന്ന ചുമലുകൾ അവൾ കരയുകയാണെന്ന് കാട്ടുന്നുണ്ട്. ദേ പെണ്ണെ, ആമി വരെ കരച്ചിൽ നിർത്തി ഉറങ്ങുവാനായിട്ട് റൂമിലേക്ക് പോയി. നീ എന്താ ഇങ്ങനെ? മറുപടി പറയാതെ കാട്ടിലിൽ കമഴ്ന്നു കിടക്കുന്ന ചാരുവിനെ കണ്ട് ജീവന് ഒരേ സമയം ദേഷ്യവും സങ്കടവും വന്നു. അവൻ അവൾക്കരികിലേക്കായി ചേർന്ന് കിടന്നു. നീ ഇങ്ങനെ കരഞ്ഞ് എന്തേലും ഉണ്ടാക്കി വെച്ചോ, ഞാൻ നോക്കുകയല്ല പിന്നെ. അവസാനം എന്നോണം ഇത്തിരി ഉച്ചത്തിലാണ് അവൻ പറഞ്ഞത്. കമഴ്ന്നു കിടക്കുന്നവളിൽ നിന്നും പിന്നീട് ഏങ്ങലടിയുടെ ശബ്ദം കേൾക്കാനായില്ല അവന്. അമർത്തി പിടിച്ച് കിടക്കുകയാണെന്ന് ജീവന് മനസ്സിലായിരുന്നു. ചാരു, ഡി മോളെ. അവളെ കൈകളിൽ കോരിയെടുത്ത് പകുതി നെഞ്ചിലേക്കായി കയറ്റിക്കിടത്തിയവൻ ഉലഞ്ഞു കിടന്ന മുടിയിഴകൾ ഒരു സൈഡിലേക്കാക്കി അവൻ ഒതുക്കി വെച്ചു. ഇങ്ങനെ കരയാതടി പെണ്ണെ, അവൾക്ക് അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാനോ നീയോ കരുതിയോ? ഇല്ലല്ലോ. ഭാഗ്യത്തിന് ആമിക്കൊന്നും പറ്റിയില്ല. അതോർത്ത് സമാധാനപ്പെടുന്നീയെ. അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് ജീവൻ അത് പറയുമ്പോൾ അടക്കി പിടിച്ച നൊമ്പരങ്ങളെല്ലാം അവൻ്റെ നെഞ്ചിലേക്ക് ഒഴുക്കി പെണ്ണ്. ചാരു കരഞ്ഞു തീരുന്നത് വരെ അവനും ഒന്നും മിണ്ടിയില്ല. സങ്കടങ്ങളെല്ലാം പെയ്തു തീരട്ടെ എന്ന് അവനും നനച്ചു. ഒടുവിൽ ഏങ്ങലടികളെല്ലാം നേർത്ത് നേർത്ത് പോകുന്നത് അവൻ അറിഞ്ഞു. ചാരു, എടി ചാരുവേ, നീ എന്തിനാ ശരിക്കും കരഞ്ഞത്?
സങ്കടം വന്നോണ്ടല്ലേ? അങ്ങനെയാണോ? ഉം, നോ വീണ്ടും മൂളിയവൾ. എന്നിട്ട് പോയോ നിന്റെ സങ്കടം? കുറഞ്ഞു. മൊത്തം മാറിയില്ലേ? ഉം. അതെന്തായി മുച്ചും പെണ്ണെ? ഇല്ലാന്ന്. അപ്പോൾ മൊത്തം മാറാൻ എന്ത് ചെയ്യണം? ആവോ? അതെന്താടി ഒരു ആവോ? ഒന്ന് പോ ജീവേട്ടാ. അവൻ്റെ കൈക്കുഴയിലേക്ക് ഒന്നുകൂടെ കയറി കിടന്നു പെണ്ണ്. ഷെടാ, അതിനിപ്പോൾ ഞാൻ വേണ്ടാത്തത് വല്ലതും ചോദിച്ചാ പെണ്ണേ? പറഞ്ഞുകൊണ്ട് അവളുടെ ഇടുപ്പിലൊന്ന് നുള്ളിയവൻ. അടങ്ങിയിരിക്കും ജീവേട്ടാ, നോവുന്നു. അത് ശരി, നിനക്ക് നോവുമോ? ദേട്ടാ, ഒന്ന് അടങ്ങിയിരിക്കുന്നുണ്ടോ? എനിക്ക് ഉറക്കം വരുന്നു. ഇത്രയും നേരം കരഞ്ഞു കൂവി എന്നെ ഉറങ്ങാൻ സമ്മതിച്ചില്ല. ഇപ്പോൾ നിനക്ക് ഉറക്കം വരുന്നെന്നോ? ഇതെവിടുത്തെ ന്യായമായ പെണ്ണെ? മറുപടിയൊന്നും പറഞ്ഞില്ല. അവനോട് ചേർന്ന് കിടന്നവൾ. എൻ്റെ മൗനം? അതെ ജീവേട്ടാ, ഒരു കാര്യം ചോദിച്ച സത്യം പറയോ? അവൻ്റെ മീശമേലൊന്ന് കിള്ളിക്കൊണ്ട് ചോദിച്ചവൾ. നിന്നോട് ഞാൻ എപ്പോഴെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടോടി? മുഖത്ത് കുസൃതി കാട്ടണ കൈ ബലമായി അതിൽ പിടിച്ച് മുത്തമിട്ടുകൊണ്ട് ജീവൻ ചോദിച്ചു. എൻ്റെ അമ്മയോടും അച്ഛനോടും ഭയങ്കര ദേഷ്യം തോന്നുന്നുണ്ടല്ലേ? ചോദിച്ചുകൊണ്ട് മുഖമുയർത്തിയ നോക്കിയ ചാരുവിനെ കണ്ണിറുക്കി കാട്ടിയവൻ. അച്ഛനും അമ്മയും ഇല്ലാത്തവൻ്റെ വിഷമം എനിക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ടാണ് പലതും കണ്ടില്ല കേട്ടില്ല എന്ന് അടിക്കുന്നത്. അതവർക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് എൻ്റെ ചാരുവേ? പറഞ്ഞുകൊണ്ട് അവളുടെ ദേഹത്തേക്ക് മറിഞ്ഞവൻ. വൈകി വന്നെന്ന് മാത്രമേ അവർക്കറിയൂ. അവൾക്ക് റോഡിൽ വെച്ച സംഭവം നീയായിട്ട് പറയാൻ നിൽക്കണ്ട കേട്ടല്ലോ. എന്തും പെണ്ണെ? അവർക്ക് വേണ്ടി ഞാൻ മാപ്പ്. ചാരുവിനെ മുഴുമിക്കാൻ സമ്മതിക്കാതെ അവളുടെ ചുണ്ടുകളെ പൊതിഞ്ഞവൻ പ്രണയത്തിൻ്റെ താഴ്വരയിൽ അലിഞ്ഞു തിരിഞ്ഞ് നിദ്ര പുൽകിയ വരെ യാത്രയുടെ യാമങ്ങൾ കഴിഞ്ഞിരുന്നു. ചിത്രപ്പണികൾ നിറഞ്ഞ വാതിൽ തള്ളി തുറന്ന് എരിക്കകത്തേക്ക് കയറി. ലൈറ്റില്ലാത്തതിനാൽ മുറിയിൽ ഇരുട്ട് പടർന്നിരുന്നു. ചുവരിന്മേൽ ഒരു ഊഹം വെച്ച് തപ്പിക്കൊണ്ട് സ്വിച്ച് ബോർഡ് കണ്ടുപിടിച്ച് ലൈറ്റിട്ടു. ശേഷം കട്ടിലിലേക്ക് നോക്കിയ അവൻ അവിടുത്തെ കാഴ്ച കണ്ട് അറിയാതെ ചിരിച്ചുപോയി. കട്ടിലിന് മുകളിൽ തവള കിടക്കുന്നത് പോലെ ഒരു രൂപം. കാല് രണ്ടും അകത്തേക്ക് ഉടക്കി വെച്ച് കമഴ്ന്ന് കിടന്നുകൊണ്ട് പുതച്ചാണ് കിടപ്പ്. തൻ്റെ കൂടെ പിറക്കാത്ത കൂടപ്പിറപ്പ്, ബാല്യകാല സുഹൃത്ത്, ക്രൈം പാർട്ട്ണർ, മനസാക്ഷി സൂക്ഷിപ്പുകാരൻ, അങ്ങനെ പല പേരുകളാലും അറിയപ്പെടുന്ന തൻ്റെ സ്വകാര്യ അഹങ്കാരം ജോബിൻ തോമസ് എന്ന തൻ്റെ അപ്പച്ചി ഡെയ്സിയുടെ ഒരേ ഒരു മകൻ. അപ്പൻ്റെ ആകെയുള്ള അനിയത്തിയാണ് ഡെയ്സി. ഭർത്താവ് മരിച്ചതിന് ശേഷം ആൻറ്റിയെയും മകൻ ജോബിനെയും പിന്നീട് ആ ഭർത്തൃ വീട്ടിലേക്ക് അപ്പൻ വിട്ടിട്ടില്ല എന്നതാണ് സത്യം. തൻ്റെ മമ്മയ്ക്കും അപ്പച്ചിക്കും വരെ അതിനെതിർപ്പായിരുന്നു. അയ്യോ എൻ്റെ അമ്മച്ചിയെ! താഴെ വീണ് കിരണ്ടുന്നുഴലുന്ന ജോബിൻ തല പൊക്കി നോക്കിയപ്പോഴാണ് കയ്യും കെട്ടി നിൽക്കുന്ന എറിക്കിനെ കണ്ടത്. ചവിട്ടിക്കൂട്ടി താഴെയിട്ടതാണെന്ന് അവൻ്റെ നിൽപ്പും ഭാവവും കണ്ടപ്പോഴേ ജോബിന് മനസ്സിലായി. എന്നതാ എഡ്ഡി, മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കൂലേ നീ? പല്ല് കടിച്ചുകൊണ്ട് മൂടും താങ്ങി എഴുന്നേറ്റുകൊണ്ട് ജോബിൻ കട്ടിലിലേക്കായി ഇരുന്നു. കട്ടിൽ മുഴുവൻ വിസ്തരിച്ച് നീ കിടന്നാൽ ഞാൻ എവിടെ കിടക്കുവാടാ കോപ്പേ? മുഷ്ടി ചുരുട്ടിക്കൊണ്ടുള്ള എഡ്ഡിയുടെ അലർച്ചയിൽ സീൻ പന്തിയല്ല എന്ന് തോന്നിയതും ജോബിൻ പല്ല് വെളുക്കനെ കാട്ടി അവന് നല്ലൊരു ചിരി സമ്മാനിച്ചു. അതിന് നീ ഇവിടെ ഇല്ലായിരുന്നല്ലോ, അതുകൊണ്ടല്ല ഞാൻ അങ്ങനെ കിടന്നേ. അനുനയിപ്പിക്കാനെന്ന വണ്ണം ജോബിൻ പറഞ്ഞു നോക്കി. നാണമില്ലാതെ എൻ്റെ മുറിയിൽ വന്ന് കിടന്നതും പോരാ, ഇനി കൊണകൊണാതെ പറയുകയും ചെയ്യണം. അങ്ങോട്ട് മാറിക്കിടക്കടാ. അവനെ മൂലയിലേക്ക് തള്ളി മാറ്റിക്കൊണ്ട് എഡ്ഡി കട്ടിലിലേക്ക് മറിഞ്ഞു. പിന്നെ ഈ വലിയ പ്രേതഭവനത്തിൽ ഞാൻ ഒറ്റയ്ക്ക് കിടക്കണമല്ലേ? ഒന്ന് പോയാടാ. എത്ര പേര് മരിച്ച കോവിലകമാണ്. വല്ല പ്രേതങ്ങളും കാണുമോയെന്ന് ആർക്കറിയാം? അതെങ്ങനെയാ ഇവിടെ കിടന്ന് കാറിയാൽ പോലും ഒരൊറ്റ മനുഷ്യക്കുഞ്ഞുങ്ങൾ വരില്ല. എഡ്ഡിയുടെ അടുത്തേക്ക് ചേർന്ന് കിടന്നവൻ ആളെന്തോ വലിയ ആലോചനയിലാണെന്ന് അവൻ്റെ മുഖം കണ്ടാൽ അറിയാൻ പറ്റുന്നുണ്ട്. എടാ എഡ്ഡി, നീ എന്താ ഈ ആലോചിക്കുന്നേ? ജോബിൻ്റെ ചോദ്യത്തിന് അവനൊന്നും മറുപടി നൽകിയില്ല. എടാ നിന്നോടാ ചോദിച്ചത്, നീ ഇത്രയും നേരം എവിടെ ആയിരുന്നു? അത് ചോദിച്ചപ്പോൾ മാത്രം അവൻ്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി മുട്ടിട്ടു. എൻ്റെ പെണ്ണിനെ കാണാൻ പോയതാടാ. വല്ലപ്പോഴും അവൻ്റെ മുഖത്ത് തെളിയുന്ന ചിരി എഡ്ഡി പറഞ്ഞത് സത്യമെന്ന് വിളിച്ചോതി. ജോബിൻ അത്ഭുതത്തോടെ ചാടി എഴുന്നേറ്റിരുന്നു. ആടാ, അവളുടെ അടുത്തായിരുന്നു ഇത്രയും നേരം. എന്നിട്ട് ആമി എന്തു പറഞ്ഞു? അവൻ്റെ കണ്ണുകൾ എഡ്ഡി പറയുന്ന മറുപടി കേൾക്കാനെന്നവണ്ണം വിടർന്നു. അവളെന്തു പറയാൻ? ഞാൻ മുഖം മറച്ചാണ് പോയത്, അതുകൊണ്ട് തിരിച്ചറിഞ്ഞില്ല. ഒന്ന് നെടുവീർപ്പെട്ടുകൊണ്ട് അവൻ പറഞ്ഞു. അവളെങ്ങനെ ഈ രാത്രി നിൻ്റെ അരികെ വന്നേ? അത് ചോദിക്കുമ്പോൾ ജോബിൻ്റെ നെറ്റിയിൽ സംശയത്തിൻ്റെ ചുളിവുകൾ വീണിരുന്നു. അവൻ എഡ്ഡിയെ കേൾക്കാൻ എന്നവണ്ണം ആ മുഖത്തേക്ക് നോക്കി. അവിടെ കണ്ണുകളിൽ എരിയുന്ന ദേഷ്യത്തിൽ നിന്നും
മനസ്സിലാക്കാമായിരുന്നു സംഭവിച്ചത് നല്ല കാര്യമല്ലായിരുന്നെന്ന്. എന്താടാ നടന്നത്? അതുവരെ ഇല്ലാതിരുന്ന ഗൗരവഭാവം ജോബിൻ്റെ മുഖത്ത് കാണാനായി. എറിക്ക് അവൻ അഭിമുഖമായി കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. തുടർന്ന് എഡ്ഡിയിൽ നിന്നറിഞ്ഞ കാര്യങ്ങൾ ജോബിനെ രോഷാകുലനാക്കി. അവൻ്റെ കണ്ണുകൾ കുറുകി. 2 ദിവസം മുമ്പ് പൂമുഖത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ കോവിലകം മൊത്തത്തിന് കാണണമെന്ന് പറഞ്ഞു വന്ന പെൺകുട്ടിയുടെ മുഖം അവൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു നിന്നിരുന്നു. ആമി എന്ന ആത്മീയയാണെന്ന് പിന്നീടാണ് തനിക്ക് മനസ്സിലായത് പോലും. ആരാടാ അവന്മാർ? അറിയില്ല, ഇവിടുത്തുകാരല്ല. നിതിൻ എന്നെ വിളിച്ചു പറഞ്ഞില്ലായിരുന്നെങ്കിൽ എൻ്റെ പെണ്ണ്. അവൻ എത്രത്തോളം ആത്മസംഘർഷം അനുഭവിക്കുന്നുണ്ടെന്ന് എഡ്ഡിയുടെ മുഖം വ്യക്തമാക്കിയിരുന്നു. എന്നാലും ആമി എന്തിനാ കോളേജിൽ നിന്ന് വരാൻ അത്രയും താമസിച്ചത്? അവൾ ആ കോപ്പനെ കാണാൻ ഹോസ്പിറ്റലിൽ പോയതാ. ഏത് കോപ്പനെ? അവൻ ആ സൂരജിനെ. ദേഷ്യത്തോടെ പറയുന്നവനെ കണ്ട് ചിരിക്കണോ കരയണോ എന്നറിയാതെ ജോബിനിരുന്നു. എന്താടാ കിണിക്കുന്നേ? കുറേ നേരം കഴിഞ്ഞ് നിർത്താതെ ചിരിച്ചുകൊണ്ടിരിക്കുന്നവനെ നോക്കി എറിക് അലറി. അല്ല, ഞാൻ ആലോചിക്കുമായിരുന്നു. നായകൻ വില്ലനെ അടിച്ചൊളിച്ച് മൂലക്കിടുന്നു. നായിക അവനെ കാണാൻ പോയെന്നറിയുമ്പോൾ ഉള്ള നായകൻ്റെ അവസ്ഥയെ ഹോ, അൺസൈക്കബിൾ. വയറ് പൊത്തിക്കൊണ്ട് ചിരി കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന ജോബിനെ ഒറ്റ ചവിട്ടിന് കട്ടിലിനടിയിലേക്ക് ഇട്ടുകൊണ്ടാണ് എഡ്ഡി മറുപടി നൽകിയത്. ആമി, നീ ഇന്ന് കോളേജിൽ പോകുന്നില്ലേ? രാവിലെ എന്നും എഴുന്നേൽക്കുന്ന സമയമായിട്ടും ഉണരാത്തവളെ ചാരു തട്ടി വിളിച്ചു. തലേ ദിവസത്തെ സംഭവങ്ങൾ അത്രമേൽ ആമിയെ നോവിച്ചിട്ടുണ്ടാവാമെന്ന് അവൾക്കറിയാമായിരുന്നു. നിത്യ ആമിയെ കൂട്ടാൻ വേണ്ടി വന്നുവെങ്കിലും അവൾ കിടന്നുറങ്ങുന്നത് കണ്ട് ഒറ്റയ്ക്ക് കോളേജിലേക്ക് പോയി. മൂളിക്കൊണ്ട് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നതല്ലാതെ ആമി എഴുന്നേൽക്കുന്നുണ്ടായിരുന്നില്ല. മോളെ ആമി, എന്താ പറ്റിയേ? ആമിയുടെ കിടപ്പ് കണ്ട് പന്തികേട് തോന്നി. ചാരു അവളുടെ നെറ്റിയിൽ കൈവെള്ള ചേർത്ത് വെച്ച് നോക്കി. വെച്ചയുടൻ തന്നെ അവൾ കൈ തിരിച്ചെടുത്തു. ആമിക്ക് തൊട്ടാൽ പൊള്ളുന്ന ചൂടായിരുന്നു. ആമി, ഒട്ടും വയ്യേ നിനക്ക്? എണീക്ക് മോളെ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. ചാരുവിൻ്റെ മനസ്സൊന്ന് വിങ്ങി. മകളെപ്പോലെയാണ് ആമി തനിക്ക്. അല്ല, മകൾ തന്നെയാണ്. ബോധമില്ലാതെ പനിച്ചു വിറച്ച് തളർന്നു കിടക്കുന്നവളെ പിടിച്ചെഴുന്നേൽപ്പിക്കാനൊരു ശ്രമം നടത്തിയവൾ. വെളുപ്പിനെ തന്നെ ദേവു ജോലി ഉണ്ടെന്നും പറഞ്ഞ് പോയിരുന്നു. അല്ലായിരുന്നെങ്കിൽ ആമിയുടെ കാര്യം നേരത്തെ അവൾ പറഞ്ഞ് അറിയാൻ കഴിയുമായിരുന്നു. ജീവൻ ഓഡിറ്റിംഗ് തിരക്കിലായതുകൊണ്ട് നേരത്തെ തന്നെ ബാങ്കിലേക്ക് പോയിരുന്നു. ഒരു സഹായത്തിന് ആരെ വിളിക്കുമെന്നറിയാതെ ചാരു വിഷമിച്ചു പോയി. ഇനിയുള്ളത് അച്ഛനാണ്. ഒന്ന് ചോദിച്ചു നോക്കാമെന്ന് കരുതിയവൾ വേണുവിനടുത്തേക്ക് ചെന്നു. അച്ഛാ. പത്രം വായിച്ചുകൊണ്ട് ഹാളിലിരിക്കുകയായിരുന്നു വേണു. മകളുടെ വിളി കേട്ട് ഇഷ്ടമല്ലാത്ത രീതിയിൽ അയാൾ തലയൊന്ന് ഉയർത്തി നോക്കി. ആമിക്കൊട്ടും വയ്യ അച്ഛാ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. പറയുമ്പോൾ അവളുടെ മനസ്സ് പിടയുകയായിരുന്നു. അതിന് ഞാനെന്ത് വേണം? എന്നെ കൊണ്ടൊന്നും വയ്യ. ഉച്ചത്തോടെ മുഖം കോട്ടി അയാൾ. അച്ഛാ, ഞാൻ കാല് പിടിക്കാം. ഒരു വണ്ടി പിടിച്ചു കൊണ്ടുപോയോ? അവൾ ബോധമില്ലാതെ കിടക്കുക. അവളുടെ കരച്ചിൽ കേട്ടിട്ട് പോലും തന്നോടല്ല എന്ന രീതിയിൽ ഇരിക്കുന്നവനെ കണ്ട് വിറഞ്ഞു വന്നെങ്കിലും ആമിയുടെ അവസ്ഥയോർത്തവൾ നേരെ ദേവി ആൻറ്റിയുടെ വീട്ടിലേക്ക് ഓടി. ആൻറ്റി, ആമി, അവൾക്കൊട്ടും വയ്യ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. മുറ്റത്ത് ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ട് നിൽക്കുന്ന ദേവിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നവൾ. വേഗത്തിൽ വന്നതിനാലാവാം ശ്വാസം വിടാൻ പോലും ആവാതെ അവൾ കിതച്ചിരുന്നു. അയ്യോ, എൻ്റെ കൊച്ചിന് എന്തു പറ്റിയതാ ചാരു? കയ്യിലിരുന്ന പൈപ്പ് നിലക്കത്തേക്ക് ഇട്ടുകൊണ്ടവർ ആദിയോടെ ചോദിച്ചു. അറിയില്ല ആൻറ്റി, ഞാനിപ്പോൾ ചെന്ന് തൊട്ട് നോക്കിയപ്പോൾ പൊള്ളുന്ന പനി. ജീവേട്ടനും വീട്ടിലില്ല. എനിക്ക് പേടിയാവുക. നിതിൻ, അവൻ എവിടെ? ചാരുവിൻ്റെ കണ്ണുകൾ ആ വീടിനുള്ളിലേക്ക് പാഞ്ഞു. നിതിൻ അവിടെ ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിലാണ് അങ്ങോട്ടേക്ക് അവൾ ചെന്നത് തന്നെ. അവൻ രാവിലെ തന്നെ പോയി മോളെ. ദേവിയുടെ പറച്ചിലിൽ ചാരു തലയിൽ കൈവച്ചു പോയി. അയ്യോ, ഞാനിനി എന്തു ചെയ്യും? കരച്ചിലിൻ്റെ വക്കോളം എത്തിയിരുന്നവൾ. ചാരു, നീ കരയാതെ, ഞാനൊന്ന് നിതിനെ വിളിക്കട്ടെ. ദേവി അകത്തേക്ക് കയറി ഫോൺ എടുത്ത് നിതിനെ വിളിച്ചു. ആൻറ്റി സംസാരിക്കുന്നതും നിതിൻ എന്തൊക്കെയോ മറുപടി പറയുന്നതും അവൾ ടെൻഷനോടെ നോക്കി നിന്നു. എന്താ ആൻറ്റി അവൻ പറഞ്ഞേ? കോൾ കട്ട് ചെയ്ത് തൻ്റെ നേർക്കായ തിരിഞ്ഞ ദേവിയോട് അവൾ ചോദിച്ചു. മോളെ, അവൻ ഏതോ വണ്ടി പറഞ്ഞു വിടാമെന്ന്. നീ വേഗം പോയി റെഡിയാവ്. ഞാൻ ഈ നൈറ്റി ഒന്ന് മാറ്റിയിട്ട് കൂടെ വരാം. കേട്ടതറിയാതെ വീട്ടിലേക്ക് ഓടിയവൾ കയ്യിൽ കിട്ടിയൊരു ഡ്രസ്സ് ഇട്ടു. അലമാര തുറന്ന് ഉണ്ടായിരുന്ന ക്യാഷ് എടുത്ത് ബാഗിലേക്ക് വെച്ചു. ആമിയുടെ മുറിയിലേക്ക് തിടുക്കപ്പെട്ടു പോയി അവളെ വിളിച്ചുണർത്താനൊരു ശ്രമം നടത്തി. മൂളി ഞെരങ്ങിക്കൊണ്ട് കണ്ണുകൾ തുറന്നെങ്കിലും ക്ഷീണം കാരണം ആമിയുടെ കണ്ണുകൾ വീണ്ടും അടഞ്ഞു പോയിരുന്നു. വീടിന് മുൻപിൽ സഡൻ ബ്രേക്ക് ഇട്ട് ഒരു വണ്ടി വന്ന് നിൽക്കുന്നതിൻ്റെ ഒച്ച കേട്ടാണ് അവൾ സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങിച്ചെന്നത്.
അതിവേഗത്തിൽ വണ്ടിയുടെ ഡോറടച്ച് ടെൻഷനോടെ ഗേറ്റും കടന്ന് മുറ്റത്തേക്ക് കയറി വരുന്ന ചെറുപ്പക്കാരനെ ചാരു ഒട്ടൊരു സംശയത്തോടെ നോക്കി. ആത്മികയുടെ മുറി ഏതാ? ആകുലതയോടെ തൻ്റെ നേർക്ക് നീളുന്ന അവൻ്റെ നോട്ടം അവളുടെ നെറ്റിയിൽ ചുളിവുകൾ തീർത്തു. ഞാൻ എറിക്, നിതിൻ സാർ പറഞ്ഞിട്ട് വന്നതാണ്. ചാരുവിൻ്റെ മുഖഭാവം കണ്ട് എട്ടി പറഞ്ഞു. അകത്തേക്ക് വായോ. അവനെ ക്ഷണിച്ചിട്ട് ആമിയുടെ റൂമിലേക്ക് അവളുടെ കാലുകൾ നീണ്ടു. തൻ്റെ പ്രണയത്തിന് എന്തു പറ്റിയെന്ന ചിന്തയിൽ അവനും വീടിനുള്ളിലേക്ക് കയറി. കട്ടിലിൽ തളർന്നു കിടന്നുറങ്ങുന്ന പെണ്ണിനെ കണ്ടപ്പോൾ എട്ടിയുടെ കണ്ണുകൾ കലങ്ങി. സങ്കടം കൊണ്ട് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയിലായിരുന്നവൻ. ഒരു മുള്ളു പോലും അവളുടെ കാലിൽ തറച്ചാൽ നോവുന്നവന് ആമിയുടെ കിടപ്പ് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അടുത്തേക്ക് ചെന്ന് കട്ടിലിൽ നിന്നും അവളെ കയ്യിൽ കോരിയെടുത്ത് പുറത്തേക്ക് നടന്നവൻ. ഹാളിൽ തന്നെ നോക്കി നിൽക്കുന്ന വേണുവിനെയോ തങ്കമണിയോ അവൻ കാണുന്നുണ്ടായിരുന്നില്ല. തനിക്ക് പുറകെ നടന്നു വരുന്ന ചാരുവിനെയും അവൻ ഓർത്തില്ല. അവനപ്പോൾ അവൻ്റെ പ്രണയം മാത്രമായിരുന്നു മുൻപിൽ. ആമിയെ തോളിലിട്ട് കാറിൻ്റെ പിറകിലത്തെ ഡോർ തുറന്നവൻ അവളെ ശ്രദ്ധയോടെ സീറ്റിലേക്കായിട്ട് കിടത്തി. അപ്പോഴേക്കും ചാരുവും അവളുടെ കൂടെ കയറിയിരുന്നു. അങ്ങോട്ടേക്ക് വന്ന ദേവി അവരുടെ കൂടെ മുൻപിലത്തെ സീറ്റിലായിട്ട് കയറിയിരുന്നു. എറിക് ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി പായിക്കുകയായിരുന്നു അവൻ്റെ കാർ. വണ്ടിയിലിരുന്ന ചാരുവും ദേവിയും പേടിയോടുകൂടി തമ്മിൽ നോക്കിയെങ്കിലും എഡ്ഡിയുടെ മുറുകിയ മുഖഭാവം അവരെ നിശബ്ദരാക്കി. ഇടയ്ക്കിടെ അവൻ്റെ നോട്ടം പുറകിലേക്ക് നീളുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് ആരെയൊക്കെയോ ഫോണിൽ വിളിച്ച് എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ നൽകുന്നത് ചാരു ശ്രദ്ധിച്ചു. ഹോസ്പിറ്റലിന് മുന്നിൽ വണ്ടി നിന്നതും സ്ട്രെച്ചറുമായി തങ്ങളെ കാത്തു നിൽക്കുന്ന വണ്ണം കുറച്ചു പേര് നിൽപ്പുണ്ടായിരുന്നു. എഡ്ഡി തന്നെ ഡോർ തുറന്ന് ആമിയെ കൈകളിലേന്തി എമർജൻസിയിലേക്ക് ഓടി. പിറകെ തന്നെ ദേവിയും ചാരുവും. എമർജൻസി റൂമിൻ്റെ വാതിൽ തുറക്കുന്നതും ആമിയെ അകത്തേക്ക് കയറ്റുന്നതും അവർ ആദിയോടെ നോക്കി നിന്നു. കാഷ്വാലിറ്റിയുടെ വാതിലിന് മുൻപിൽ ടെൻഷനോടെ കൈകൾ മുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നവനെ ചാരു ഒരത്ഭുതത്തോടെ നോക്കി. കുറച്ചു നേരം കഴിഞ്ഞ് വാതിൽ തുറന്നു വന്ന ഒരു ഡോക്ടർ പുറത്തേക്ക് വന്നതും എല്ലാവരുടെയും നോട്ടം അങ്ങോട്ടേക്കായി. ഡോക്ടർ, ആമിക്ക് എങ്ങനുണ്ട്? വിളറി പിടിച്ചവനെ പോലെ എഡ്ഡി അയാളുടെ മുഖത്തേക്ക് നോക്കി നിന്നു. പനി കൂടിയതാണ്, BP ഡൗണായി. ഇപ്പോൾ പേടിക്കാനൊന്നുമില്ല. ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് റൂമിലേക്ക് മാറ്റാൻ കേട്ടോ. 2 ദിവസം ഇവിടെ കിടക്കട്ടെ. മുമ്പിൽ നിൽക്കുന്ന ചെറുപ്പക്കാരൻ്റെ കണ്ണുകളിൽ അത്രയും നേരം കണ്ടിരുന്ന ആകുലത പതിയെ ഇല്ലാതാവുന്നത് ഡോക്ടർ ശ്രദ്ധിച്ചു. അത് മതി ഡോക്ടർ, നല്ലപോലെ കുറഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്താൽ മതി. അയാളെ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി അകത്തേക്ക് കയറി പോകുന്ന കണ്ടു. എഡ്ഡി നെടുവീർപ്പെട്ടുകൊണ്ട് മുഖം അമർത്തി തുടച്ചു. അത്രയും നേരം താൻ മരിച്ചു ജീവിക്കുകയായിരുന്നെന്ന് അവൻ ഓർത്തുപോയി. അപ്പോഴും ചേമ്പിൻ തണ്ടുപോലെ വാടി തളർന്ന് തൻ്റെ കൈകളിൽ കിടന്നിരുന്ന ആമിയുടെ രൂപമാണ് അവൻ്റെ കണ്ണുകളിൽ നിറഞ്ഞു നിന്നത്. അവൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ എന്ന ആലോചന പോലും അവനെ ഭ്രാന്ത് പിടിപ്പിക്കാൻ ഉതകുന്ന തരത്തിലുള്ളതായിരുന്നു. കണ്ണുകൾ ഇറുക്കി അടച്ചവൻ, ഡോക്ടർ എന്താ പറഞ്ഞേ? എൻ്റെ മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ചാരുവിൻ്റെ ശബ്ദമാണവനെ ചിന്തകളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നത്. തനിക്ക് മുൻപിൽ സങ്കടത്തോടെ നിൽക്കുന്ന ചാരുവിനെ നോക്കി പുഞ്ചിരിക്കാൻ അവനൊന്ന് വൃഥാശ്രമിച്ചു. അവൾക്ക് കുഴപ്പമൊന്നുമില്ല, പനി കൂടിയതാണെന്ന്. 2 ദിവസം കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ വാക്കുകൾ കേട്ടിട്ടും ചാരുവിൻ്റെ മുഖം മ്ലാനമായിരുന്നു. എനിക്ക് അവളെ ഒന്ന് കാണാൻ പറ്റുമോ? കരച്ചിലടക്കി പിടിച്ചുകൊണ്ട് അവൾ എഡ്ഡിയുടെ മുഖത്തേക്ക് നോക്കി. ഒരമ്മ അനുഭവിക്കുന്ന എല്ലാ മാനസിക സംഘർഷവും അവളുടെ മുഖത്ത് തെളിഞ്ഞു കാണാമായിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് റൂമിലേക്ക് മാറ്റാമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. സമ്മതഭാവത്തിൽ തലയാട്ടിക്കൊണ്ട് അവിടെ കിടന്ന കസേരകളിലൊന്നിലായി അവൾ ഇരുന്നു. ഒരു താങ്ങായി കൂടെ ദേവിയും. സാരമില്ല ചാരു, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. ഒരു പനിയല്ലേ, അതങ്ങ് മാറുമെന്നേ. ആശ്വസിപ്പിക്കാൻ എന്നവണ്ണം ദേവി പറഞ്ഞുവെങ്കിലും ചാരുവിൻ്റെ മനസ്സ് വേറെ ഏതോ ലോകത്തായിരുന്നു. ഇന്നലെ രാത്രി വൃത്തികെട്ടവന്മാർ കാരണം എൻ്റെ കൊച്ചിന് പേടി കിട്ടിയതാ. നശിച്ചു പോകത്തേയുള്ളൂ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ മേലാത്തവരൊക്കെ. വികാരത്തിൻ്റെ തള്ളലിൽ ചാരുവിൻ്റെ നാക്ക് ചതിച്ചു. ദേവി അവളെ സംശയത്തോടെ നോക്കി. രാത്രി എന്താടി പറ്റിയത് ആമിക്ക്? ചാരുവിനെ കേൾക്കാനായി അവർ അവളുടെ മുഖത്തേക്ക് നോക്കി. അത് ആൻറ്റി, ഇന്നലെ രാത്രി. എന്താണേലും പറയ് ചാരു, അവൾക്ക് എന്താ പറ്റിയത്? ദേവിയുടെ മുറുകിയ മുഖം ചെറിയ പേടി ഉണർത്തിയെങ്കിലും തലേ ദിവസം നടന്ന കാര്യങ്ങൾ ഒരു ഏങ്ങലടിയോടെ ചാരു പറഞ്ഞു തുടങ്ങി. മുഴുമിച്ച് കഴിഞ്ഞപ്പോഴേക്കും
ഏങ്ങലിൻ്റെ ചീളുകൾ പൊട്ടിക്കരച്ചിലിന് വഴിമാറിയിരുന്നു. അവരെ കേട്ടു നിന്നവൻ്റെ കണ്ണുകളിൽ കത്തുന്ന പക അവർ രണ്ടുപേരും അപ്പോൾ കണ്ടിരുന്നില്ല. എറിക്കിൻ്റെ വിരലുകൾ ഫോണിൽ ജിതിൻ എന്ന നമ്പറിലേക്ക് പാഞ്ഞു. കോൾ ചെയ്ത് ചെവിയോട് ചേർത്ത് വെച്ചവൻ, ജിതിനെ, അവന്മാരെ വിട്ടേക്ക്, എനിക്ക് ആവശ്യമുണ്ട്. മറുപുറത്ത് കോൾ കണക്റ്റായതും മുറുകിയ ശബ്ദത്തിൽ എഡ്ഡി മുരണ്ടു. പിന്നെയും എന്തൊക്കെയോ കാര്യങ്ങൾ ഒന്ന് രണ്ട് വാക്കുകളിൽ ഒതുക്കി അവൻ ഫോൺ കട്ട് ചെയ്ത് ജീൻ പോക്കറ്റിലേക്ക് വെച്ചു. ആമിക്ക് ബോധം വന്നപ്പോൾ മുറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവളെ കണ്ടു കഴിഞ്ഞ ശേഷമാണ് ചാരു കരച്ചിലൊന്ന് നിർത്തിയത് തന്നെ. ഫോൺ ചെയ്തറിയിച്ചതിനാൽ ഉച്ചയോടുകൂടി ജീവൻ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അവൻ വരുന്നതുവരെ ഹോസ്പിറ്റൽ കാര്യങ്ങളെല്ലാം എഡ്ഡിയാണ് ഓടി നടന്നത്. പക്ഷേ ആമിയുടെ മുൻപിലേക്ക് മാത്രം അവൻ ചെന്നില്ല. ഒടുവിൽ ജീവനോട് മുറിക്ക് വെളിയിൽ നിന്നും യാത്ര പറഞ്ഞു പോകുമ്പോൾ അകത്തേക്ക് തലയിട്ട് നോക്കി ആമിയെ ഒരു നോക്ക് കണ്ടവൻ മരുന്നിൻ്റെ ആലസ്യത്തിൽ ഉറങ്ങിക്കിടക്കുന്ന തൻ്റെ പെണ്ണിൻ്റെ മുഖം അവൻ ആർത്തിയോടെ ഹൃദയത്തിലേക്ക് ആവാഹിച്ചു വെച്ചു. ഒരു ചെറിയ പുഞ്ചിരി അവൻ്റെ കണ്ണുകളിൽ വിടരുന്നത് ജീവൻ ഒളിക്കണ്ണാൽ കണ്ടു. എഡ്ഡിയുടെ ജീപ്പ് ഒരു ഗോഡൗണിലേക്ക് ഇരച്ചു കയറി നിന്നു. അവനോടൊപ്പം തന്നെ കോ ഡ്രൈവർ സീറ്റിൽ നിന്നും ജോബിനും ചാടി ഇറങ്ങി. അകത്തേക്ക് നടക്കുമ്പോൾ അത്രയും നേരം അവൻ്റെ മുഖത്തുണ്ടായിരുന്ന ഗൗരവഭാവം മാറി അവിടെ പൈശാചികത കളിയാടി. ജോബിൻ്റെ മുഖഭാവവും വ്യത്യസ്തമായിരുന്നില്ല. പടികൾ കയറി മുന്നോട്ടേക്ക് നടന്നു. ഹാളിൽ അവർക്കായി എന്നവണ്ണം കാത്തു നിന്നവർ രണ്ടുപേരെയും കണ്ടപ്പോൾ ഭവ്യതയോടെ സൈഡിലേക്ക് വഴി മാറി നിന്നു. ഹാളും കഴിഞ്ഞ് വിശാലമായ മുറിയിലേക്ക് അവൾ എത്തപ്പെട്ടു. റൂമിൻ്റെ മറ്റൊരു മൂലയ്ക്ക് കസേരയിൽ കയറുകൊണ്ട് കെട്ടിയിരിക്കുന്നത് പോലെ 4 പേരെ കണ്ട് എറിക്കിൻ്റെ ചുണ്ടിൽ ഇരയെ കണ്ട ആനന്ദമായിരുന്നു. പൊട്ടിയ ചുണ്ടുകളും ഒടിഞ്ഞു കുത്തിയ അവരുടെ ഇരിപ്പും നിതിൻ്റെ താണ്ഡവത്തിൻ്റെ പ്രതിഫലനമെന്ന് തോന്നിപ്പിക്കുന്ന വിധമായിരുന്നു. അടുത്തേക്ക് ചെല്ലും തോറും അവരുടെ കണ്ണുകളിൽ ദൈന്യത അവനെ തെല്ലും ചലിപ്പിച്ചില്ല. എറിക്കിൻ്റെ ചിത്രഹിംസകൾ സഹിക്കവയ്യാതെ പരലോകം പോകാൻ അവർ അത്രമേൽ കൊതിച്ചുപോയി. കൊണ്ടുപോയി ഏതെങ്കിലും റോഡിൽ തള്ളിയേര്. കൂടെ നിന്നവർക്ക് നിർദ്ദേശം കൊടുത്തിട്ട് അവൻ പുറത്തേക്ക് നടന്നു. കൂടെ നിഴലായി ജോബിനും. ആമി മോളെ. ചാരുവിൻ്റെ വിളിയിൽ ആമി പതിയെ കണ്ണുകൾ തുറക്കാനൊരു ശ്രമം നടത്തി. 1-2 പ്രാവശ്യം കൺമോളകൾ ചിമ്മി അടച്ച് പെണ്ണ്. നേരം സന്ധ്യാവാറായി. ഒന്ന് എണീക്ക് മോളെ. ഏട്ടത്തിയുടെ ചിലമ്പിച്ച ശബ്ദം അവളുടെ കാതുകളിൽ വന്നലച്ചു. കണ്ണുകൾ രണ്ടും ബന്ധപ്പെട്ട് തുറന്നവൾ ചുറ്റിനും നോക്കി. ആശുപത്രിയുടെ മണമുള്ള മുറി. താൻ കിടക്കുന്ന കട്ടിലിൻ്റെ ഒരകരികിൽ തന്നെ ഏട്ടത്തി ഇരിപ്പുണ്ട്. മുഖമൊക്കെ നീര് വെച്ചതുപോലെ വീർത്തിരിക്കുന്നു. ചുവന്ന് കലങ്ങിയ കണ്ണുകൾ. അടുത്തായിട്ട് തന്നെ ദേവിയാൻ്റി ഉണ്ട്. ബെഡിനോട് ചേർന്നുള്ള ഒരു കസേരയിൽ ഏട്ടച്ചനും. ആളിൻ്റെ മുഖവും കരഞ്ഞതിൻ്റെ ഫലമായിട്ടാണോ എന്തോ കണ്ണുകൾ വീങ്ങിയിട്ടുണ്ട്. വലത്തെ കൈ പതിയെ കുത്തി എഴുന്നേൽക്കാനൊരു ശ്രമം നടത്തിയവൾ അമ്മേ. ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റതുപോലെ തന്നെ പെണ്ണ് ബെഡിലേക്ക് കിടന്നുപോയി. എന്തോ കുത്തിക്കയറുന്ന വേദന അനുഭവപ്പെട്ടപ്പോഴാണ് കൈയിലേക്ക് നോക്കിയത്. ഡ്രിപ്പിൻ്റെ നീഡിൽ കണ്ട് കണ്ണുകളൊന്ന് അമർത്തി അടച്ചവൾ. അവൾക്കൊന്നും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തിനാ മോളെ തന്നെ എഴുന്നേൽക്കാൻ നോക്കിയേ? എന്നോട് പറഞ്ഞ പോരായിരുന്നു. ഉടൻ തന്നെ ചാരു ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റു. അവളുടെ കയ്യിലെ നീഡിൽ കുത്തിയ സ്ഥലത്ത് പതിയെ പതിയെ ഊതിക്കൊടുക്കാൻ തുടങ്ങി. ജീവനും ദേവിയും ഒരു നിമിഷം പേടിച്ചു പോയിരുന്നു. എഴുന്നേറ്റിരിക്കണോ കുഞ്ഞി നിനക്ക്? ജീവൻ അടുത്തേക്ക് ചെന്ന് അവളോട് ചോദിച്ചു. വേണമെന്നുള്ള രീതിയിൽ ആമി തലയൊന്ന് ആട്ടിക്കാട്ടി. ജീവനും ചാരുവും ചേർന്ന് പതിയെ അവളെ എഴുന്നേൽപ്പിച്ച് ബെഡിലേക്ക് ചാരിയിരുത്തി. ബാക്കിലൊരു പില്ലോ സപ്പോർട്ടിനായി വെച്ചു കൊടുത്തു. എന്തേലും കഴിക്കണ്ടേ കുഞ്ഞി? ഇന്ന് രാവിലെ തൊട്ട് ഒന്നും കഴിച്ചില്ലല്ലോ നീ? ഏട്ടച്ചൻ്റെ മുഖം ആകുലതയോടെ ചുളിയുന്നതവൾ വേദനയോടെ കണ്ടു. ഇപ്പോൾ നേരെ എന്തായി ഏട്ടച്ച? ആവതില്ലാതെ വാക്കുകൾ വിറച്ചുകൊണ്ട് അവളിൽ നിന്നും പുറത്തേക്ക് തെറിച്ചു. മണി 6:30 പെണ്ണെ. എന്തേലും ഇത്തിരി കഴിക്കാൻ നീ എങ്ങനെ ഗുളിക കഴിക്കും? ഞാൻ കഴിച്ചോളാം ഏട്ടച്ച. വാങ്ങിക്കൊണ്ട് തായോ? കഞ്ഞി വാങ്ങിക്കൊണ്ട് തരട്ടെ? ഇഷ്ടക്കേടിനാൽ അവളുടെ മുഖം ചുളിയുന്നത് ജീവൻ ചെറുചിരിയോടെ നോക്കി നിന്നു. പിന്നെന്താ എൻ്റെ കുഞ്ഞിക്ക് വേണ്ടത്? അവളുടെ നെറുകയിലൊന്ന് തലോടിക്കൊണ്ട് ജീവൻ ചോദിച്ചു. ദോശ മതി ഏട്ടാ, ഞാൻ പോയി വാങ്ങിക്കൊണ്ട് വരാം കേട്ടോ. പറഞ്ഞുകൊണ്ടവൻ മുറിയുടെ പുറത്തേക്ക് നടന്നു. പേടിപ്പിച്ച് കളഞ്ഞല്ലോ ആമിമോളെ നീ. നിൻ്റെ ഏട്ടത്തെ അങ്ങ് ഇല്ലാണ്ടായിപ്പോയി കേട്ടോ. സങ്കടത്തോടെ തൻ്റെ അരികിൽ ചേർന്ന് നിൽക്കുന്ന ദേവികാൻ്റിയെ അവൾ കണ്ണ് ചിമ്മി കാട്ടി. നിത്യ വന്നോ ആൻറ്റി?
അവൾ കോളേജ് വിട്ടുകൊണ്ട് ഇങ്ങോട്ടേക്കാണ് വന്നത്. കരഞ്ഞു കൂവി ഇവിടെ ഇരിപ്പായിരുന്നു. ഇത്തിരി മുമ്പ് ഞാൻ വഴക്ക് പറഞ്ഞ് അതുകൊണ്ട് വീട്ടിലേക്ക് പോയി. ദേവി ആൻറ്റിയുടെ മറുപടിക്ക് ഒന്ന് പുഞ്ചിരിച്ചു കാട്ടിയവൾ. തൻ്റെ അവസ്ഥയിൽ നിത്യ ഒരുപാട് സങ്കടപ്പെട്ട് കാണുമെന്ന് ആമി ഓർത്തു. തലേ ദിവസത്തെ സംഭവങ്ങൾ വീണ്ടും മനസ്സിലേക്ക് നുരഞ്ഞു പൊന്താൻ തുടങ്ങിയപ്പോൾ ചാരുവിൻ്റെ മടിയിലേക്കായിട്ട് തല ചേർത്ത് വെച്ച് കിടന്നവൾ അതെല്ലാം ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങളായിരുന്നെങ്കിലെന്ന് ആശിച്ചു. പാവം. മുഖം മറച്ച തൻ്റെ രക്ഷകൻ്റെ കൂർത്ത കണ്ണുകൾ പൊടുന്നനെ അവളുടെ ചിന്തകളിലേക്ക് ഓടിയെത്തി. പരിചിതമായിരുന്നെങ്കിലും ആ കണ്ണുകളുടെ അവകാശിയുടെ മുഖം മറവിയുടെ ചവറ്റുകുട്ടയിൽ നിന്നും പെറുക്കിയെടുക്കാനൊരു ശ്രമം നടത്തി പെണ്ണ്. അപ്പോൾ ആ വാതിലിനപ്പുറം അവളെ കണ്ണിറച്ച് കാണുന്നതിൻ്റെ തിരക്കിലായിരുന്നു എഡ്ഡി. ഉണർന്നു കിടക്കുന്നവളെ കണ്ട് ആശ്വാസത്തിൻ്റെ നെടുവീർപ്പ് അവനിൽ നിന്നും ഉയർന്നു. പോക്കറ്റിൽ കിടന്ന് വൈബ്രേറ്റ് ചെയ്യുന്ന ഫോൺ അവൻ കയ്യിലെടുത്തു. ഡിസ്പ്ലേയിൽ കണ്ട പേര് മതിയായിരുന്നു അവൻ്റെ ചുണ്ണുകളിൽ പുഞ്ചിരി വിരിക്കാൻ. ആരാണെന്ന് പുരികമുയർത്തിക്കൊണ്ട് ആംഗ്യ ഭാഷയിൽ ചോദിച്ച ജോബിനോട് നെഞ്ചിൽ മുഷ്ടി കൊണ്ടിടിച്ചാണ് അവൻ മറുപടി പറഞ്ഞത്. റേച്ചാമോ, എന്താന്നേ? കോൾ കണക്ട് ചെയ്ത് ചെവിയോട് ചേർത്ത് വെച്ച് കുറുമ്പ് കാട്ടുന്നവനെ കണ്ട് ജോബിനിലും ചിരി പൊട്ടിയിരുന്നു. പെടയ്ക്കാതെ, ഞാൻ അങ്ങോട്ട് വരുവാന്നേ. രാത്രി കൂടാനുള്ളത് സെറ്റാക്കിയേക്ക്. മറുപുറത്തു നിന്നുമുള്ള ചോദ്യത്തിന് ഉത്തരം നൽകി കോൾ കട്ട് ചെയ്ത് പോക്കറ്റിലേക്കായിട്ട് വെച്ചു. വാടാ, പോയേക്കാം. ഇല്ലെങ്കിൽ ഇതു മതി കുരിശുങ്കൽ കയറ്റാൻ. ഒരിക്കൽ കൂടി ആമിയെ ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് മുന്നോട്ട് നടന്നു പോകുന്നവനെ നോക്കി ജോബിൻ ആക്കിയൊന്ന് ചിരിച്ചു. മുതുകിന് പുറത്തുള്ള ആഞ്ഞൊരിടിയായിരുന്നു എഡ്ഡിയുടെ മറുപടി. എഡ്ഡിയുടെ ജീപ്പ് കോട്ടയം ലക്ഷ്യമാക്കി പാഞ്ഞുകൊണ്ടിരുന്നു. കോ ഡ്രൈവർ സീറ്റിൽ ജോബിനും ഉണ്ടായിരുന്നു. കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം അവരുടെ വണ്ടി ഒരു പടുകൂറ്റൻ ഗേറ്റിന് മുൻപിൽ ഒരു ഇരമ്പലോടെ ചെന്ന് നിന്നു. ഹോൺ മുഴക്കിയപ്പോൾ സെക്യൂരിറ്റി വന്ന് ഗേറ്റ് തുറന്നതും ഇരുട്ടിലും ബൾബുകളുടെ പ്രഭയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന 3 നിലകളുള്ള ആ വലിയ ബംഗ്ലാവിൻ്റെ മുറ്റത്തേക്കവൻ ജീപ്പ് ഓടിച്ച് കയറ്റി. വണ്ടി പോകുവാനുള്ള വശങ്ങൾക്കിരുവശങ്ങളിലുമായി പാകിയ വെട്ടി നിർത്തിയ പുൽത്തകിടിയും പലതരം പൂച്ചെടികളും തെളിച്ചിരുന്ന വെട്ടത്തിൽ രാത്രിയും പകലാക്കി കാണാമായിരുന്നു. ഒരരികിലായി വള്ളി കൊണ്ട് കെട്ടിയ കുഞ്ഞൊരു കുടിലുണ്ടാക്കി വെച്ചിരിക്കുന്നു. അതിലേക്ക് പടർത്തിയിട്ടിരിക്കുന്ന ചുവന്ന നിറത്തിലുള്ള ക്ലൈംബർ റോസ് കണ്ണിന് കുളിർമയേകുന്ന തരത്തിലുള്ളതായിരുന്നു. മുറ്റത്തിന് നടുവിലായി ഭംഗിയിലൊരുക്കിയ കൃത്രിമക്കുളം താമരയുടെയും ആമ്പലിൻ്റെയും കേന്ദ്രമായിരുന്നു. അതിൻ്റെ സൈഡുകളിലായി ഓർക്കിഡിൻ്റെയും പലതരത്തിലുള്ള വർണ്ണശബളമായ പൂക്കളുടെയും ചെടികൾ ചട്ടിയിൽ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. വീടിൻ്റെ പുറത്തെ ചുമരിനോട് ചേർന്നുള്ള ഭിത്തികളിൽ കൂടി പൂവിട്ട് നിൽക്കുന്ന വയലറ്റ് കളർ റോക്ക് ക്രസ് ആ ബംഗ്ലാവിൻ്റെ ഭംഗി ഇരട്ടിയാക്കി. വണ്ടിയിൽ നിന്നിറങ്ങി മുറ്റവും കഴിഞ്ഞ് മാർബിളിൻ്റെ പടികളിൽ കൂടി കയറി മെയിൻ വാതിലിന് മുൻപിലേക്കായി ചെന്ന് നിന്നവർ കാളിംഗ് ബെൽ അടിച്ച് നിമിഷങ്ങൾ കഴിയുന്നതിന് മുൻപേ തുറന്നു തന്ന വാതിൽ കണ്ട് അവർക്ക് പ്രത്യേകിച്ച് അത്ഭുതമൊന്നും തോന്നിയില്ല. കാരണം തങ്ങളെയും നോക്കി ആ വീട്ടിലുള്ളവർ എത്ര വൈകിയും രാത്രി കാത്തിരിക്കുമെന്ന് അവർക്കറിയാമായിരുന്നു. റേച്ചുവേ. വാതിൽപ്പടിക്ക് പിറകിൽ പരിഭവത്തോടെ കാത്തുനിന്ന റേച്ചൽ എന്ന 75 വയസ്സുകാരിയുടെ കവിളിൽ എഡ്ഡി ഒന്ന് അമർത്തി മുദ്ദി. മുഖം തിരിച്ച് മറ്റങ്ങോട്ടേക്ക് കണ്ണുകൾ പായിക്കുന്നവരെ അവൻ ഇറുക്കെ പുണർന്നു. മാളികയ്ക്കൽ വീട്ടിലെ മരിച്ചുപോയ മാത്യുവിൻ്റെ ഭാര്യയാണ് റേച്ചൽ. വെളുത്ത് ഇത്തിരി ഉരുണ്ട ശരീരമാണ്. വയസ്സ് ഇത്രയുമൊക്കെ ആയെങ്കിലും നല്ല ചുറുചുറുക്കാണ് ആളിന്. അവരുടെ 2 ആൺമക്കളാണ്, ഡാനിയേലും ഡെയ്സിയും. പരേതനായ ഡാനിയലിൻ്റെയും ഭാര്യ അരുന്ധതിയുടെയും ഏക മകനാണ് എറിക് ഡാനിയൽ മാത്യു എന്ന നമ്മുടെ നായകൻ എഡ്ഡി. എൻ്റെ അമ്മച്ചിക്ക് എന്തിനാ ഇത്രയും പിണക്കം? ഓ, എത്ര ദിവസമായി നീ ഇവിടുന്ന് പോയിട്ട്? അമ്മച്ചിയെ കാണാൻ പോലും തോന്നിയില്ലേ നിനക്ക്? എഡ്ഡിയുടെ കൈകൾ വിടുവിച്ച് പിണങ്ങി ഹാളിലെ സെറ്റിയിലേക്ക് ചെന്നിരുന്നവർ റേച്ചലിൻ്റെ പുറകെ തന്നെ അവരും അകത്തേക്ക് കയറി. എന്നതാ ജോബി, നിനത്തും തോന്നി കാണുകയില്ലായിരിക്കും അല്ലയോ? ഒരു നെടുവേർപ്പെട്ടുകൊണ്ട് ജോബി എഡ്ഡിയെ നോക്കി കണ്ണുകൾ കൂർപ്പിച്ചു. എൻ്റെ അമ്മച്ചി, നല്ല പണിയായിരുന്നു അവിടെ. ഒന്ന് നിന്ന് തിരിയാൻ പോലും സമയമില്ലായിരുന്നേ. ദേ ഇപ്പോൾ ഇച്ചിരി നേരം കിട്ടിയപ്പോൾ ഓടി ഇങ്ങ് വന്നില്ലേ ഞങ്ങൾ? പിന്നെന്താ? പറഞ്ഞുകൊണ്ട് എഡ്ഡി അവരുടെ മടിയിലേക്ക് തല വെച്ചുകൊണ്ട് സെറ്റിയിലേക്കായി നീണ്ടു നിവർന്നു കിടന്നു. അവരുടെ അടുത്തായി ജോബിനും ഇരുന്നു. എന്നതാ നിങ്ങൾക്കിവിടെ ഇത്രയും പണി? ബിസിനസ് ആണെന്നും പറഞ്ഞ് ഒറ്റ പോക്ക. പിന്നെ കാണണമെങ്കിൽ ആഴ്ചയൊന്ന് കഴിയണം.
അതൊന്നും പറഞ്ഞ് എൻ്റെ റേച്ചുവിന് മനസ്സിലാവില്ല, അല്ലടാ ജോബി? എഡ്ഡി ജോബിന് നേരെ കള്ളക്കണ്ണെറിഞ്ഞുകൊണ്ട് ചോദിച്ചു. അതേ അമ്മച്ചി, നല്ല ബിസിയായിരുന്നു. വെറുതെ പിണങ്ങല്ലേ അമ്മൂസേ? അവരുടെ താടിയിലൊന്ന് പിടിച്ചുകൊണ്ട് ജോബിൻ കൊഞ്ചി. മതി മതി, പോയി കുളിച്ചിട്ട് വരാൻ നോക്ക് രണ്ട്. ദേ നിൻ്റെ അമ്മ എന്തൊക്കെയോ സ്പെഷ്യൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എഡ്ഡി പതിയെ അവരുടെ മടിയിൽ നിന്നും എഴുന്നേറ്റു. അല്ല, ചോദിക്കാൻ മറന്നു, മമ്മയും ഡേസി ആൻറ്റിയും ഒക്കെ എവിടെ? അടുക്കളയിൽ കാണും. നിങ്ങൾ വന്ന് അറിഞ്ഞില്ല എന്ന് തോന്നുന്നു. എഡ്ഡിയുടെ ചോദ്യത്തിന് റേച്ചൽ മറുപടി കൊടുത്തു. ഫ്രഷ് ആയിട്ട് വരാമെന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ അവരുടെ മുകളിലേക്ക് പോയി. ഏകദേശം അരമണിക്കൂറിനകം തന്നെ അവർ കുളി കഴിഞ്ഞ് പുറത്തേക്ക് വന്നിരുന്നു. താഴേക്ക് വന്നപ്പോൾ ഡൈനിങ് ടേബിളിൽ തങ്ങൾക്കായി കാത്തിരിക്കുന്ന അരുന്ധതിയെയും ഡേസിയെയും അവർ കണ്ടു. അമ്മച്ചി ഉറങ്ങാനായിട്ട് മുറിയിലേക്ക് പോയതിനാലാവണം അവിടെയെങ്ങും അവരെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. വേഗം വേഗം വന്നിരുന്നേ, ഇപ്പോൾ തന്നെ സമയം ഒരുപാടായി. അരുന്ധതിയാണ് തുടക്കമിട്ടത്. 55 വയസ്സോളം ഉണ്ടെങ്കിലും കണ്ടാൽ 40-ൽ കൂടുതൽ പറയില്ല. വെളുത്ത് കൊല്ലുന്ന ശരീരം, മൂക്കിൻ തുമ്പത്തെ ഒറ്റ കല്ലിൽ തീർത്ത ഡയമണ്ട് മൂക്കുത്തി അവരുടെ സൗന്ദര്യത്തെ എടുത്തു കാട്ടിയിരുന്നു. നെറ്റിയിലെ ഒരു വലിപ്പമുള്ള കറുത്ത പൊട്ടല്ലാതെ അലങ്കാരമായിട്ട് യാതൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ വെള്ളയിൽ പ്രിൻ്റുള്ള ഒരു കോട്ടൺ സാരിയാണ് വേഷണം. അന്യജാതിയിൽപ്പെട്ടവനെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതിനാൽ ഇരിക്കപ്പണ്ടം വെച്ചു പുറത്താക്കിയ മേൽപ്പത്തൂർ കോവിലിലെ ആകെയുള്ള ഒരു പെൺതരി. ആരോ ആൻറ്റി, എന്താ ഇന്നത്തെ സ്പെഷ്യൽ? ഒരാഴ്ചയായി പുല്ലും വൈക്കോലുമായിരുന്നു തീറ്റ. ഡൈനിങ് ടേബിളിന് മുന്നിലിട്ടിരിക്കുന്ന ചെയറിലേക്കായി ഇരുന്നു കൊണ്ട് ജോബിൻ പറഞ്ഞതും എഡ്ഡിയുടെ കണ്ണ് ഉരുട്ടലിൽ അവൻ നാക്ക് കടിച്ചു. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത്? പുല്ലും വൈക്കോലും നിന്നാൽ നീ എന്താ വല്ല കോവിലകത്തുമാണോ ഇത്രയും നാളും പോയി നിന്നത്? അവിടെ നിന്ന് ഡേസിയുടെ ചോദ്യത്തിന് എന്തു പറയണമെന്നറിയാതെ ജോബിൻ കുഴങ്ങി. ഡേസി ഡാനിയലിൻ്റെ ഇളയതാണ്. കല്യാണം കഴിപ്പിച്ച് വിട്ടുവെങ്കിലും ഭർത്താവ് തോമസിൻ്റെയും ആ വീട്ടുകാരുടെയും ഉപദ്രവം കൊണ്ട് സഹിക്കാൻ വയ്യാതെ റേച്ചലമ്മ തന്നെയാണ് അവളെയും മകൻ ജോബിനെയും മാളികേക്കൽ കൊണ്ടുവന്നത്. പിന്നീടൊരു തിരിച്ചുപോക്ക് ഉണ്ടായിട്ടില്ല. ഡാനിയലും അവരെ അങ്ങോട്ട് വിടാൻ പിന്നീട് താല്പര്യപ്പെട്ടില്ല. അന്ന് ജോബിന് 5 വയസ്സായിരുന്ന പ്രായം. എഡ്ഡിയേക്കാൾ 1 വയസ്സ് മൂത്തതാണ് ആള്. അതല്ല അമ്മ, വീട്ടിൽ കഴിക്കുന്ന പോലെയൊക്കുമോ വല്ല നാട്ടിലും പോയി തിന്നുന്നത്? അതാ ഞാൻ അങ്ങനെ പറഞ്ഞത്. മതി പറഞ്ഞത്, കഴിക്കാൻ നോക്ക്. പറഞ്ഞുകൊണ്ട് ഡേസി അവരുടെ പ്ലേറ്റിലേക്കായി ചോറും കറികളും വിളമ്പി. തേങ്ങാക്കൊത്തിട്ട് വരട്ടിയ ബീഫും കുടംപുളിയിട്ട് വേവിച്ച ചൂരമീനും കപ്പപ്പുഴുക്കും തേങ്ങ അരച്ച അയലക്കറിയും നത്തോലി വറുത്തതുമൊക്കെ കണ്ടപ്പോൾ തന്നെ ജോബിൻ്റെ വിശപ്പ് എങ്ങ് നിന്നോ കപ്പൽ കയറി വന്നു. പിന്നെ അവൻ ചുറ്റുമുള്ളതൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. എടാ ജോബിനെ, പതുക്കെ തിന്നടാ, അല്ലെങ്കിൽ തൊണ്ടയിൽ കുടുങ്ങും. എഡ്ഡിയുടെ വിരട്ടലിന് ഒരു പുഞ്ചിരി നൽകി വീണ്ടും പാത്രത്തിലേക്ക് മുഖം പൂഴ്ത്തിയവനെ കണ്ട് ഡേസി തലയിൽ കൈവച്ചു പോയി. എൻ്റെ പുണ്യാളച്ച, ഈ സാധനം എൻ്റെ വയറ്റിൽ തന്നെ കുരുത്തല്ലോ. അവരുടെ ആവലാതി കേട്ട് അരുന്ധതി അവരെ ദേഷ്യത്തോടെ ഒന്ന് നോക്കി. എന്തിനാ ഡേസി അവനെ ഇങ്ങനെ കുറ്റം പറയണേ? ഈ വയസ്സിലല്ലേ ഇങ്ങനെ കഴിക്കാൻ പറ്റൂ? അവൻ കഴിക്കട്ടെന്നേ. അരുന്ധതി അങ്ങനെയാണ്. ജോബിനെ കളിയായി പോലും വഴക്ക് പറയാൻ ആരെയും സമ്മതിക്കില്ല. കാരണം ഡാനിയലിൻ്റെ അതേ പകർപ്പാണവർ. 5 വയസ്സുള്ളപ്പോൾ തൻ്റെ കയ്യിൽ കിട്ടിയതാണ്. എഡ്ഡിയെയും ജോബിനെയും വളർത്തിയതും അവർ തന്നെയാണ്. എഡ്ഡി, നിനക്ക് കുറച്ചുകൂടി വിളമ്പട്ടെ? വേണ്ട മമ്മ, വയറ് നിറഞ്ഞെന്നേ. പറഞ്ഞുകൊണ്ട് കഴിപ്പ് മതിയാക്കി കൈ കഴുകിയവൻ മമ്മയെ ഒന്ന് ചേർത്ത് പിടിച്ച് അവൻ മുറി ലക്ഷ്യമാക്കി നടന്നു. അത് കണ്ടിട്ട് അരുന്ധതിയുടെ കണ്ണുകൾ എന്തിനോ വേണ്ടി നിറഞ്ഞു. എൻ്റെ ആരുവേ, കുറച്ച് ബീഫ് ഇങ്ങോട്ടെടുത്തേ. ആരും ഉണ്ടാക്കിയത് കൊണ്ട് ഇതിനൊക്കെ അപാര ടേസ്റ്റാണ്. ആൻറ്റിയുടെ കണ്ണുകളിൽ പൊടിഞ്ഞ നീര് വ്യക്തമായി കണ്ടുകൊണ്ടാണ് അവൻ അത് പറഞ്ഞത് തന്നെ. കാരണം സ്വന്തം അമ്മയെക്കായാലും ജോബിൻ അവരെ അത്രമേൽ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഊട്ടിയും ഉണ്ണിപ്പിച്ചും പാതിരാത്രി വരെ ചളി അടിച്ചുകൊണ്ട് ഡേസി അരുന്ധതിയും ജോബിന് കൂട്ടിരുന്നു. എക്സിക്യൂട്ടീവ് റൂം പോലെയുള്ള തൻ്റെ മുറിയിൽ എറിക് അസ്വസ്ഥനായിരുന്നു. ചുവരിൽ പോർട്രേറ്റ് ചെയ്തിരിക്കുന്ന ഡാനിയലിൻ്റെ മിഴിവുറ്റ ചിത്രത്തിൽ അവൻ്റെ കണ്ണുകൾ ഉടക്കി. പപ്പ, കുറ്റവാളികൾ പതുങ്ങിയിരിക്കുകയാണ്. ഒരുത്തനെയും ഞാൻ വെറുതെ വിടില്ല. എൻ്റെ അപ്പൻ്റെ ജീവനെടുത്ത ഒരു മോനും ഈ ഭൂമിയിൽ സുഖിച്ച് വാഴില്ല. മുച്ചൂടും മുടിപ്പിച്ചിരിക്കും ഈ എറിക്ക്. അതേത് കൊമ്പനായാലും ശരി. ആ ഫോട്ടോയുടെ അരികിലേക്ക് ചെന്ന് നിന്ന് മുരളുമ്പോൾ അവൻ്റെ കണ്ണുകൾ ചുവന്നു കലങ്ങിയിരുന്നു.